ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൂര്യവംശത്തിൽ പിറന്നവനായ ഗാർഗ്യൻ തൻ്റെ ചോദ്യവുമായി ഗുരുവായ പിപ്പലാദൻ്റെ സമീപത്തെത്തി. അപ്പോൾ പ്രശ്നോപനിഷത്തിലെ 4ാമത്തെ ചോദ്യത്തിൻ്റെ കർത്താവ് ഗാർഗ്യനാണ്. അഥഹൈനം സൗര്യായണി ഗാർഗ്യ പപ്രച്ഛ ഭഗവന്നേതസ്മിൻ പുരുഷേ കാനി സ്വപന്തി കാന്യസ്മി ജാഗ്രതി കതര ഏഷ ദേവ സ്വപ്നാൻ പശ്യതി കസ്യൈ തൽസുഖം ഭവതി കസ്മിന്നു സർവേ സംപ്രതിഷ്ഠിതാ ഭവന്തീതി. ഇതാണ് ഗാർഗ്യൻ്റെ ചോദ്യം. അല്ലയോ ഭഗവാനെ, ഈ രൂപങ്ങൾക്കുള്ളിൽ, ശരീരത്തിനുള്ളിൽ ഉറങ്ങുന്നതാരാണ്? ഏത് ദേവതയാണ്, ഇന്ദ്രിയമാണ് ഉറങ്ങുന്നത്? സുഷുപ്തി ആർക്കാണുള്ളത്? ഉണർന്നിരിക്കുന്നതാരാണ്? സ്വപ്നം കാണുന്നതാരാണ്? സുഖങ്ങൾക്ക് കാരണമായിരിക്കുന്നതാരാണ്? ഈ ദേവതകളെല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം ആരെയാണ് മുഖ്യ ആശ്രയമാക്കിയിരിക്കുന്നത്? ഇതാണ് ഗാർഗ്യൻ്റെ ചോദ്യങ്ങളുടെ ശൃംഖല അല്ലെങ്കിൽ ചോദ്യാവലി. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഇവയെക്കുറിച്ചുള്ള ചോദ്യമാണ്. വിശദീകരിക്കാനും മനസ്സിലാക്കാനും പ്രയാസമുള്ള ചോദ്യോത്തരങ്ങളാണ്, എങ്കിലും നമുക്ക് ശ്രമിക്കാം. തസ്മൈ സഹോവാച യഥാ ഗാർഗ്യമരീചയോർക്കസ്യാസ്ഥം ഗച്ഛതഃ സർവാ ഏതസ്മിൻ തേജോമണ്ഡല ഏകീഭവന്തി. അപ്പോൾ ഗാർഗ്യൻ്റെ ആദ്യ ചോദ്യം എന്തായിരുന്നു? ആരാണ് ഉറങ്ങുന്നത് എന്നാണ്. സുഷുപ്തിയെ പറ്റിയുള്ള ചോദ്യമാണ്. അതിന് പിപ്പലാദൻ മറുപടി നൽകുകയാണ്. അല്ലയോ ഗാർഗ്യ, എങ്ങനെയാണോ അസ്തമന കാലത്തിൽ സൂര്യരശ്മികൾ സൂര്യനിലേക്ക് തന്നെ ചുരുങ്ങി ഒന്നായി തീരുന്നത്, ഉദയത്തിൽ വീണ്ടും സൂര്യനിൽ നിന്ന് ഉദയം ചെയ്ത എല്ലായിടത്തും വ്യാപിക്കുന്നത്, അതുപോലെ സുഷുപ്തിയിൽ എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ഉത്ഭവസ്ഥാനമായ മനസ്സിലടങ്ങുന്നു. സുഷുപ്തിയിൽ നാം കേൾക്കുന്നില്ല, കാണുന്നില്ല, ഗന്ധമറിയുന്നില്ല, രുചി അറിയുന്നില്ല, സംസാരിക്കുന്നില്ല, ആസ്വദിക്കുന്നില്ല, ചലിക്കുന്നില്ല, ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഈ നിലയെ സാധാരണ മനുഷ്യൻ, ഭൗതികൻ ഉറങ്ങുകയാണ് എന്ന് പറയും. അപ്പോൾ ഏറ്റവും വലിയ ഇന്ദ്രിയമാണ് മനസ്സ്. മനസ്സാണ് മറ്റ് ജ്ഞാന കർമ്മേന്ദ്രിയങ്ങൾക്ക് ആധാരം. മനസ്സ് ചലിച്ചാലേ ഇന്ദ്രിയങ്ങളുള്ളൂ. മനസ്സിൽ നിന്ന് ഉദിച്ച ഇന്ദ്രിയങ്ങളെല്ലാം സുഷുപ്തിയിൽ മനസ്സിലേക്ക് തന്നെ ലയിക്കുന്നു. സുഷുപ്തി എന്നത് ഉറക്കത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഘട്ടമാണ്. അതായത് ഡീപ്പ് സ്ലീപ്പ് എന്ന് നമ്മൾ പറയുന്ന ഘട്ടം. മനസ്സും ഇന്ദ്രിയങ്ങളും പൂർണ്ണമായും വിശ്രമിക്കുന്ന സമയം. അവിടെ ഒരു ചലനവുമില്ല. നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാലും കുറേയധികം സമയം നമ്മൾ സ്വപ്നം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. ഉറങ്ങാൻ കിടന്നാലും കുറേയധികം സമയം നമ്മുടെ മനസ്സുണർന്ന് തന്നെ ഇരിക്കും, ഇന്ദ്രിയങ്ങൾ ഉണർന്ന് തന്നെ ഇരിക്കും. ചെറിയ ശബ്ദങ്ങളെല്ലാം കേട്ടാൽ ഉണരും. എന്നാൽ ഗാഠനിദ്ര അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന അവസ്ഥ, അതിനെയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് നമുക്ക് സാധാരണഗതിയിൽ ലഭിക്കാറ്. ആ സുഷുപ്തി അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. സുഷുപ്തി ഉറക്കത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഘട്ടമാണ്. അതായത് മനസ്സും ഇന്ദ്രിയങ്ങളും പൂർണ്ണമായി വിശ്രമിക്കുകയാണ് ആ സമയത്ത്. അവിടെ ദ്വൈതങ്ങളൊന്നും തന്നെയില്ല, എല്ലാം ഒഴുകുകയാണ്. ശുദ്ധശൂന്യമായ ഒരു നിലയുണ്ട് അവിടെ. അതുകൊണ്ടാണ് സുഷുപ്തിയെ ഏതാണ്ട് സ്വനില അഥവാ ബ്രഹ്മനിലയ്ക്ക്, ബ്രഹ്മസ്ഥിതമായ അവസ്ഥ എന്നതിനോട് താരതമ്യം ചെയ്യുന്നത്. ഉണർന്നിരിക്കുമ്പോൾ ഉള്ളതായ ലോകം സുഷുപ്തിയിൽ പൂർണ്ണമായും ഇല്ലാതാകും. അപ്പോൾ ലോകം ഉണർന്നിരിക്കുമ്പോൾ മനസ്സും അതിൻ്റെ സൃഷ്ടിയായ ഇന്ദ്രിയങ്ങളും ചേർന്ന് എന്ത് സൃഷ്ടിക്കുന്നു? ലോകത്തെ സൃഷ്ടിക്കുന്നു. ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും മനസ്സാൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളും ചേർന്നാണ് ഈ ലോകത്തിനെ സൃഷ്ടിക്കുന്നത്. സുഷുപ്തിയിൽ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിക്കാത്തതിനാൽ ലോകം അഥവാ ഈ പ്രപഞ്ചമെന്ന അനുഭവം, ലോകമെന്ന അനുഭവം തന്നെ ഇല്ലാതാകുന്നു.
അപ്പോൾ അനുഭവങ്ങളുടെ എല്ലാം കാരകത്വം മനസ്സിനാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. ഇതിനുദാഹരണമായി പിപ്പലാദൻ സൂര്യാസ്തമയം, ഉദയം എന്നിങ്ങനെ പറഞ്ഞുവല്ലോ. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അത് തൽക്കാലം മറയ്ക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മനസ്സും ഇന്ദ്രിയങ്ങളും താൽക്കാലികമായി ഒരു പരിപൂർണ വിശ്രമത്തിൽ ഏർപ്പെടുന്ന ആ അവസ്ഥയെയാണ് നമ്മൾ സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പോഴാണ് സുഷുപ്തി ഉണ്ടാവുന്നത്. ആ അവസ്ഥയെ സാധാരണഗതി നമ്മൾ ഉറങ്ങുന്നു എന്ന് പറയും. പ്രാണാഗ്നയ ഏവ ഇതസ്മിൻ പുരേ ജാഗ്രതി ഗാർഹപത്യോഹവ യേശോ അപാനോ വ്യാനോന്യാഹൃത്യ. അടുത്ത ചോദ്യം എന്തായിരുന്നു? സുഷുപ്തിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ഇന്ദ്രിയം അല്ലെങ്കിൽ ദേവൻ ആരാണ് എന്നായിരുന്നു. സുഷുപ്തിയിലും ശരീരം ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മൾ മറ്റൊന്നും തന്നെ അറിയുന്നില്ല, ഡീപ്പ് സ്ലീപ്പിലാണ്. എങ്കിലും നമ്മുടെ ശരീരത്തെ വീണുപോകാതെ അല്ലെങ്കിൽ തണുത്തു പോകാതെ, അത് നശിച്ചു പോകാതെ നിലനിർത്തുന്ന എന്തോ ഒന്ന് അവിടെ അപ്പോഴും പ്രവർത്തിക്കാനായി ഉണർന്നിരിക്കുന്നുണ്ട് അല്ലേ? അതാരാണ്? ഉറക്കത്തിലും ഉണർന്നിരിക്കുന്നത് ആരാണ്? ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകുകയാണ്. പ്രാണാഗ്നയ ഏവ തസ്മിൻ പുരേ ജാഗ്രതി. പുരേ ജാഗ്രതി എന്ന് പറയുന്നത് കേട്ടോ, പുരം. ശരീരത്തെ ഒരു പുരമായിട്ടാണ്, ഒരു പട്ടണമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ശരീരമാകുന്ന ഈ പുരത്തിൽ, ഈ പട്ടണത്തിൽ സദാ ഉണർന്നിരിക്കുന്നത് പ്രാണനാണ്. പ്രാണൻ്റെ ജ്വാലകളാണ് ഈ ശരീരത്തിൽ സദാ ഉണർന്നു പ്രവർത്തിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പഞ്ചപ്രാണന്മാർ സദാ ശരീരത്തിനുള്ളിൽ ഉണർന്നിരിക്കുകയാണ്, ജാഗ്രതായിരിക്കുകയാണ്. പ്രാണാഗ്നി എന്നാണ് പറയുന്നത്. പ്രാണൻ അഗ്നി തന്നെയാണ്, ഊർജം തന്നെയാണ് എന്നതിനാലാണ് പ്രാണാഗ്നി എന്ന് പറയുന്നത്. അപ്പോൾ സുഷുപ്തി എന്ന അവസ്ഥയെ നമുക്ക് മനസ്സിലായി. ജാഗ്രത്തിനെക്കുറിച്ച് പറയുകയാണ്. ജാഗ്രതായിരിക്കുന്ന ദേവത, ശരീരത്തിൽ എപ്പോഴും ജാഗ്രതായിരിക്കുന്ന ഇന്ദ്രിയം എന്താണ്? ഇന്ദ്രിയമല്ല, ദേവത എന്താണ്? പ്രാണനാണ്. ആ പ്രാണൻ്റെ 5 ഉപപ്രാണന്മാരും ചേർന്ന് ശരീരത്തെ സദാ ചൂടോടെ നിലനിർത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ സദാ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതെപ്പോഴും ജാഗ്രതയിലാണ്. അപ്പോൾ അഞ്ച് പ്രാണന്മാരുള്ളതിൽ അപാനൻ ഗാർഹപത്യാഗ്നി എന്ന് പറയും. വ്യാനൻ ദക്ഷിണാഗ്നിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രാണൻ ആവഹനീയനുമായി പ്രവർത്തിക്കുന്നു. ഗാർഹപത്യാഗ്നി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ത്രേതാഗ്നി അഥവാ 3 വിശുദ്ധ അഗ്നികളിലൊന്നാണ് ഈ ഗാർഹപത്യാഗ്നി. ഗൃഹസ്ഥൻ ഏറ്റവും പാവനമായി കെടാതെ സൂക്ഷിക്കുന്ന അഗ്നിയാണ് ഗാർഹപത്യാഗ്നി. അഗ്നിഹോത്രാദികൾ നടത്തുന്നവർ പ്രത്യേകിച്ചും. അപ്പോൾ അഗ്നിഹോത്രാദികൾക്ക് നാം ഗാർഹപത്യാഗ്നിയെയാണ് ആശ്രയിക്കുന്നത്. അതുപോലെ അപാനൻ ശരീരമാകുന്ന ഈ പുരിയിൽ കെടാതെ സദാ ഉണർന്നിരിക്കുന്നു. അപാനൻ എപ്പോഴും കെട്ടുപോകാത്ത അഗ്നിയായി, ഊർജമായി ഉണർന്നിരിക്കുന്നു. ഈ അപാനൻ്റെ തന്നെ ഒരു ജ്വാല എന്ന വണ്ണം പ്രാണൻ നമ്മുടെ മുഖത്തും നാസികയിലും പ്രവർത്തിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, മുഖ്യപ്രാണൻ ഒരു രാജാവിനെ പോലെ നമ്മുടെ പ്രധാന അംഗമായ മുഖത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. അപ്പോൾ ആ പ്രാണൻ അപാനൻ്റെ ഒരു ജ്വാല എന്ന വണ്ണം, ഉണർന്നിരിക്കുന്ന വണ്ണം നമ്മുടെ മുഖത്തും നാസികയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സുഷുപ്തിയിലായിരിക്കുമ്പോഴും ശ്വാസോച്ഛ്വാസം സംഭവിക്കുന്നുണ്ട്. അത് ഈ ഉറങ്ങുന്ന ശരീരം അറിയുന്നില്ല എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മനസ്സ് അറിയുന്നില്ല, അവെയറല്ല എന്ന് മാത്രം. അപ്പോൾ ഗാർഹപത്യാഗ്നിയിൽ നിന്നും കൊളുത്തി വേർപ്പെടുത്തിയ ഒരു അഗ്നിനാളം പോലെ പ്രാണൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഇനി വ്യാനൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വ്യാനൻ ദക്ഷിണാഗ്നിയെ പോലെ പ്രവർത്തിക്കുകയാണ്. ഹൃദയത്തിൻ്റെ വലത്തെ അറയിൽ നിന്നും പുറപ്പെട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഊർജത്തെ എത്തിക്കുന്നു വ്യാനൻ. സുഷുപ്തിയിലായിരിക്കുമ്പോഴും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും രക്തം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രാണോർജം എല്ലായിടത്തും എത്തുന്നുണ്ട്.
അത് ചെയ്യുന്നത് സദാ ജാഗ്രതായിരിക്കുന്ന വ്യാനൻ എന്ന ഉപപ്രാണനാണ്. ഇനി സമാനനും ഉദാനനും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഈ സുഷുപ്തി അവസ്ഥയിലും ആരാണോ ഉച്ഛ്വാസ നിശ്വാസങ്ങളെ ഒരുപോലെ നയിക്കുന്നത് അത് സമാനൻ, സമമായി നയിക്കുന്നത് സമാനൻ. ഇത് ആഹൂതി പോലെയാണ്. ശരീരമെന്ന പുരിയിൽ നടക്കുന്ന പ്രാണയജ്ഞത്തിലെ ആഹൂതികൾ അല്ലെങ്കിൽ ഹോമദ്രവ്യങ്ങളാണ് ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ സമാനൻ ഒരു ആഹൂതി പോലെ പ്രവർത്തിക്കുകയാണ്. അതിനാൽ ഈ അഗ്നിഹോത്രത്തിൽ ഹോത്രി സമാനൻ തന്നെ, മനസ്സാണ് യജമാനൻ. ഈ അഗ്നിഹോത്രത്തിൻ്റെ യാഗത്തിൻ്റെ ഫലം എന്താണ്? ആ ഫലം ഉദാനനാണ്. ആ ഉദാനനാണ് യജമാനൻ അഥവാ മനസ്സിനെ എല്ലാ ദിവസവും സുഷുപ്തി അവസ്ഥ അഥവാ ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ശരീരങ്ങളായി പ്രകാശിക്കുന്നതും സുഷുപ്തിയിൽ സ്വയം തന്നിലേക്ക് വിലയിക്കുകയും ചെയ്യുന്നത് ബ്രഹ്മം തന്നെ. അപ്പോൾ സദാ ജാഗ്രതായിരിക്കുന്നത് പ്രാണനാണ്. ആ പ്രാണൻ തന്നെയാണ് സുഷുപ്തിക്ക് കാരണമായിരിക്കുന്നതും. അടുത്ത ചോദ്യം സ്വപ്നത്തെ പറ്റിയാണ്. ഏത് ദേവനാണ്, ഇന്ദ്രിയമാണ് സ്വപ്നം കാണുന്നത് എന്ന ചോദ്യമാണ്. അത്രൈഷ ദേവാഹ സ്വപ്നേ മഹിമാനമനുഭവതി. നമ്മൾ സുഷുപ്തിയെപ്പറ്റി പറഞ്ഞു, ജാഗ്രതനെ പറ്റി പറഞ്ഞു, സ്വപ്നത്തെപ്പറ്റി പറയുകയാണ്. സ്വപ്നം കാണുന്ന ദേവൻ അഥവാ ഇന്ദ്രിയം ഏതാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. സ്വപ്നം സംഭവിക്കുന്നത് സുഷുപ്തിയിലാണ്ടു പോകുന്നതിന് മുമ്പുള്ള അവസ്ഥയിലാണ്. അതായത് ഇന്ദ്രിയങ്ങൾ വിശ്രമിച്ച് തുടങ്ങുകയും പ്രാണൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ, ഡീപ്പ് സ്ലീപ്പിലേക്ക് വീഴുന്നതിന് മുൻപുള്ള അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പിൽ നിന്നും ഉണർന്ന ശേഷമുള്ള, സുഷുപ്തിയിൽ നിന്നും ഉണർന്നതിന് ശേഷമുള്ള സമയങ്ങളിലാണ് നാം സ്വപ്നം കാണാറ്. ഈ സമയങ്ങളിൽ മനസ്സ് കണ്ടതിനെ വീണ്ടും കാണുന്നു, കേട്ടതിനെ വീണ്ടും കേൾക്കുന്നു, പല സ്ഥലങ്ങളിൽ പല കാലങ്ങളിൽ അനുഭവിച്ചതിനെ വീണ്ടും അനുഭവിക്കുന്നു, ഇതുവരെ കാണാത്തത് കാണുന്നു, കേൾക്കാത്തത് കേൾക്കുന്നു. അങ്ങനെ എന്തെല്ലാമോ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സ്ഥിതിയെയാണ് നാം സ്വപ്നം എന്ന് പറയുന്നത്. ഈ സ്വപ്നം കാണുന്നത് ഏറ്റവും വലിയ ദേവനായ ഇന്ദ്രിയമായ മനസ്സാണ്. നമ്മുടെ മനസ്സ് എല്ലാ നടന്ന സംഭവങ്ങളെയും ശേഖരിച്ചു വയ്ക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ നടന്ന സംഭവങ്ങൾ, പരിചയമുള്ള ആളുകൾ, സ്ഥലങ്ങൾ, ഇവയെല്ലാം സ്വപ്നം കാണുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും അപരിചിതവുമായതൊക്കെ സ്വപ്നത്തിൽ ചിലപ്പോഴൊക്കെ നാം ദർശിക്കാറുണ്ട്. അതെങ്ങനെയാണ്? സുഷുപ്തിക്ക് മുൻപായി മറ്റിന്ദ്രിയങ്ങളെല്ലാം മനസ്സിലടങ്ങി വിശ്രമിക്കുന്നുവെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ ശേഖരിച്ചതെല്ലാം മനസ്സിനോട് ചേർന്ന് കഴിഞ്ഞു. ഇനി കാണാത്തവ എന്ന് നാം കരുതുന്നതിനെ മനസ്സെങ്ങനെ കാണുന്നു? മറ്റ് ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് പ്രപഞ്ച മനസ്സുമായൊരു താതാത്മ്യത്തിലേക്കെത്തും. അതായത് മഹിമാവ് അഥവാ പ്രപഞ്ചബോധത്തിൽ മനസ്സ് കണക്റ്റ് ചെയ്യപ്പെടും. ശരീരത്തിൽ നിന്നും അതിൻ്റെ ലിമിറ്റഡായ പരിമിതമായ കാഴ്ച, കേൾവി, രസം, ഗന്ധം ഇതെല്ലാം തൽക്കാലത്തേക്ക് അടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മനസ്സ് സ്വതന്ത്രമായി. ആ സ്വതന്ത്രമായ വ്യക്തിബോധം പ്രപഞ്ചബോധത്തിലേക്ക് വ്യാപിക്കുന്നു. ആ പ്രപഞ്ചബോധത്തിൽ സകലതുമുണ്ട്. മറ്റിന്ദ്രിയങ്ങൾ കാണാത്തതും കേൾക്കാത്തതുമായ എല്ലാ ലോകങ്ങളും പ്രപഞ്ചബോധത്തിലുണ്ട്. ആ പ്രപഞ്ചബോധത്തിലേക്ക് സ്വതന്ത്രമായ മനസ്സ് കേവല ശരീരേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ളതിനെയും കാണിക്കുന്നു, അല്ലെങ്കിൽ കാണുന്നു. ഇതാണ് സ്വപ്നം. അപ്പോൾ സ്വപ്നം കാണുന്നത് മനസ്സാണ്. സ്വപ്നാവസ്ഥയിൽ അഥവാ സ്വതന്ത്രമായ അവസ്ഥയിൽ മനസ്സെല്ലാം കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. സുഷുപ്തിക്ക് മുമ്പായി നമ്മുടെ മനസ്സ് ബോധമനസ്സിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനാൽ നാം അതിനെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ് എന്ന് പറയും. ഉപ എന്നാൽ അടുത്ത് നിൽക്കുന്ന, ബോധത്തോടടുത്ത് നിൽക്കുന്ന മനസ്സ്. അവിടെയാണ് സ്വപ്നം സംഭവിക്കുന്നത്.
സയദാ തേജസാ വിഭൂതോ ഭവതി അത്രൈഷ ദേവഃ സ്വപ്നാന്ന പശ്യതി. സുഷുപ്തിയിലേക്ക് പോകുന്നതോടെ സ്വപ്നം അവസാനിക്കും. എല്ലാ ഇന്ദ്രിയങ്ങളും വിശ്രമിച്ച് സ്വപ്നകാലം കഴിഞ്ഞ് മനസ്സും വിശ്രമിച്ച് തുടങ്ങുമ്പോഴാണ് നാം സുഷുപ്തിയിലേക്ക് പോകുന്നത്. അടങ്ങിയ മനസ്സ് സ്വപ്നങ്ങളെ ദർശിക്കുന്നില്ല. മനസ്സടങ്ങിയാൽ പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? ചൈതന്യം മാത്രമാണ്. പിന്നെ തേജസ് അഥവാ ചൈതന്യം മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം പ്രശാന്തമാണ്, ഒന്നും തന്നെയില്ല. അവിടെ പിന്നെ ദ്വൈതമില്ല, ലോകമില്ല, ആനന്ദമില്ല, ഒന്നും തന്നെയില്ല. ശുദ്ധശൂന്യം. ഇതാണ് സുഷുപ്തിയിലെ നില. അപ്പോൾ നാം ദിനവും കുറച്ചു നേരം നമ്മിൽ തന്നെ ആയിരിക്കുന്നുണ്ട്. നാം അതറിയുന്നില്ല എന്ന് മാത്രം. സയഥാ സൗമ്യവയാംസി വാസോ വൃക്ഷം സംപ്രതിഷ്ഠന്തേ ഏവം ഹവൈ തത് സർവം പര ആത്മനി സംപ്രതിഷ്ഠതേ. എങ്ങനെയാണ് കുറച്ചു നേരം നമ്മിൽ തന്നെ നാം ആയിരിക്കുന്നത്? അതിനുള്ള മറുപടിയായി പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ടവനെ, അസ്തമയത്തിൽ പക്ഷികൾ തങ്ങളുടെ വാസസ്ഥാനമായ വൃക്ഷങ്ങളിൽ ചേക്കേറും പോലെ സകലരും തങ്ങളുടെ ഉണ്മയായ പരമാത്മാവിൽ തന്നെ ചെന്ന് ചേരുന്നു. പകലെല്ലാം പാറിപ്പറന്ന് കതിർ കൊത്തി പഴത്തോട്ടങ്ങൾ സന്ദർശിച്ച് കീടങ്ങളെ ഭക്ഷിച്ച് ഒന്നിൽ നിന്നൊന്നിലേക്ക് പറന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികൾ സന്ധ്യയാകുമ്പോൾ തങ്ങളുടെ മരക്കൊമ്പുകളിലേക്ക് ചേക്കേറുന്നു. അതുപോലെ സുഷുപ്തിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മത്തിലടങ്ങുന്നു. ഈ പ്രപഞ്ചത്തെ നമുക്ക് ദൃശ്യമാക്കുന്ന മനസ്സടങ്ങിയാൽ പിന്നെ അവിടെ എന്തവശേഷിക്കുന്നു? സ്വനില അഥവാ ബ്രഹ്മം അഥവാ താൻ എന്താണോ അതുമാത്രം അവശേഷിക്കും. ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിലൊടുങ്ങി മനസ്സ് അതിൻ്റെ സ്വപ്നകാലവും കഴിഞ്ഞ് സ്വയം അടങ്ങിയാൽ പിന്നെ അവശേഷിക്കുന്നത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പൃഥ്വീച പൃഥിവീ മാത്ര ചാപശ്ചാപോ മാത്ര ച തേജശ്ച തേജോ മാത്ര ച വായുശ്ച വായുമാത്ര ച. ഭൂമിയുടെ അടിസ്ഥാന കാരണമായ ആ ഏകതന്മാത്രയിലും ജലത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തന്മാത്രയിലും തേജസ് ഏറ്റവും സൂക്ഷ്മ തേജസ്സിലും വായു അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ സ്പർശ തന്മാത്രയിലും ആകാശം ഏറ്റവും സൂക്ഷ്മമായ ശബ്ദ തന്മാത്രയിലും സകല രൂപങ്ങളും കണ്ണും കാഴ്ചയും കാതും കേൾവിയും മൂക്കും ഗന്ധവും നാവും രസങ്ങളും ത്വക്കും സ്പർശവും നാവും വാക്കുകളും കൈകാലുകളും ഉപസ്ഥവും പായവും ബുദ്ധിയും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും അങ്ങനെ എന്തുണ്ടോ, എന്തെങ്കിലും ബ്രഹ്മത്തിൽ നിന്നും വേർപെട്ടതായി ദ്വൈതമായി അനുഭവിക്കുന്നുണ്ടോ, അതെല്ലാം സുഷുപ്തിയിൽ അക്ഷരമായ നാശമില്ലാത്ത ആ വിജ്ഞാനാത്മാവിൽ അറിവിൽ ലയിച്ചു പോകുന്നു. പരമേവാക്ഷരം പ്രതിപദ്യതേ സയോ ഹവൈ തതച്ഛായമശരീരമലോഹിതം ശുഭ്രം അക്ഷരം വേദയതേ. ഇങ്ങനെ ആരാണോ ആ പ്രകാശജ്യോതിസിനെ, അച്ഛായത്തെ, അതായത് ഇരുട്ടില്ലാത്തതിനെ, നിഴലില്ലാത്തതിനെ, അശരീരിയെ, ദേഹമില്ലാത്തതിനെ, നിറമില്ലാത്തതിനെ അറിയുന്നത്, ആ ശുദ്ധ സത്യവസ്തുവിനെ അറിയുന്നത്, അവർ സ്വയം ബ്രഹ്മം തന്നെയായി ഭവിക്കും. അവർ സർവജ്ഞരും സർവാത്മാവുമായി തീരും. വിജ്ഞാനാത്മാ സഹദേവൈശ്ച സർവൈ പ്രാണാഭൂതാനി സംപ്രതിഷ്ഠയന്തി യത്ര തദക്ഷരം വേദയതേ യേസ്തു സൗമ്യ സ സർവജ്ഞഃ സർവമേവാവിവേശ. അല്ലയോ സൗമ്യ, പ്രിയമുള്ളവനെ, ഇങ്ങനെ ഈ അക്ഷയമായ നാശമില്ലാത്ത ബ്രഹ്മത്തെ ആരറിയുന്നുവോ അവൻ എല്ലാം അറിയുന്നവനായി, എല്ലാറ്റിലും സദാ ഉള്ള പൊരുളായി, സകലതിലും ആത്മാവായി ഭവിക്കുന്നു.